ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പോഷകപ്രദമായിട്ടുള്ള ആപ്പിൾ സിഡർ വിനെഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ആപ്പിൾ സിഡർ വിനെഗറിനെ പറ്റിയിട്ട് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മുഖക്കുരുവും മുഖത്തെ പാടുകളും ചുളിവുകളും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും മുടിയുടെ തിളക്കം കൂട്ടുന്നതിനും താരൻ മാറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ആപ്പിൾ സിഡർ വിനെഗർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇടത്തരം വലിപ്പമുള്ള 3 ആപ്പിളാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് വെക്കണം. അതിനുശേഷം നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ആ സമയത്ത് തന്നെ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആപ്പിൾ ഇട്ടതിന് ശേഷം വെള്ളം തിളയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് ആറിയതിന് ശേഷമാണ് നമ്മൾ ഈ വിനാഗിരി തയ്യാറാക്കുന്നതിനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ആറാനായിട്ട് അനുവദിക്കണം. ഇത് ഏകദേശം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇളക്കുന്നതിനായിട്ട് തടി കൊണ്ടുള്ള ഒരു സ്പൂൺ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു തവി എടുത്ത് വെക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിനി ഇളക്കി കൊടുക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേണ്ടുന്നത് വിനാഗിരി തയ്യാറാക്കുന്നതിനായിട്ട് നല്ലൊരു ചില്ല് ഭരണി വേണം. അപ്പോൾ ഇതുപോലെ ഒരു സ്ഫടിക പാത്രം നമ്മൾ എടുത്തു വെക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിനാഗിരി തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് ഉടൻ തന്നെ വിനാഗിരി കിട്ടത്തില്ല. ഒരു 7 ദിവസമെങ്കിലും നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നും ഞാനിതിൽ പറയുന്നുണ്ട്. ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ വിനാഗിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാ വെള്ളം ഉപയോഗിച്ചും കശുമാങ്ങയുടെ നീര് ഉപയോഗിച്ചും ജാതിക്ക തോട്, അതുപോലെ ചാമ്പയ്ക്ക, പാളയംകോടൻ പഴം, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ വിനാഗിരി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സിന്തറ്റിക് വിനാഗിരി വാങ്ങിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വിനാഗിരി കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരിയിൽ തന്നെ ഏറ്റവും ഗുണമുള്ളത് ആപ്പിൾ സിഡർ വിനെഗറിലാണ്. അപ്പോൾ ദിവസേന ഒരു ആപ്പിൾ കഴിക്കാൻ നമുക്ക് സാധിക്കാറില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ആഹാരത്തിലും സാലഡുകളിലും ഇലക്കറികളിലും ഇപ്പോൾ ക്യാരറ്റ്, തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞ് സാലഡായിട്ട് കഴിക്കുമ്പം അതിലൊക്കെ ഇതിൻ്റെ നീര് ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം ഫലപ്രദമായിരിക്കും. ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഉപകരിക്കും. അതല്ലാതെ നമുക്കിത് വെള്ളത്തോടൊപ്പം ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഈർപ്പമൊക്കെ മാറ്റി സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ചേർത്തു. അതിനുശേഷം നമ്മൾ ഈ തടിത്തവി ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഫെർമെൻ്റായി നല്ല ശുദ്ധമായ ആപ്പിൾ വിനാഗിരി ഉണ്ടായി വരണമെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങൾ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു നുള്ള് ഈസ്റ്റാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഒരു നുള്ള് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ മിശ്രിതത്തിലേക്ക് പെട്ടെന്ന് ഈ സത്ത് ഇറങ്ങുന്നതിനും ഫെർമെൻ്റ് ആവുന്നതിനും വേണ്ടിയിട്ടാണ് പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റ് ചേർത്തു. അതിന് പുറമെ നമ്മൾ ഒരു 4 സ്പൂൺ, ചെറിയ സ്പൂണിൽ 4 സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തടിത്തവി മാത്രം ഉപയോഗിക്കുക. ഇത് 7 ദിവസവും നമ്മൾ ഇതേ തവി തന്നെ ഉപയോഗിക്കണം. അത് കഴുകി ഉണക്കി വെക്കുക. അപ്പോൾ പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തും ഇതിൻ്റെ ആ ഒരു മിശ്രിതം യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിതെടുത്ത് 2 പ്രാവശ്യമെങ്കിലും ഇളക്കി കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഒരു പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുന്നതും ആപ്പിളിൻ്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങുന്നതും ഫെർമെൻ്റ് ആവുന്നതിനുള്ള വേഗത കൂടുന്നതുമല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിനാഗിരിയായി നമുക്കിത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം നന്നായിട്ട് ഇളക്കി ഇത് അടച്ച് മാറ്റി സൂക്ഷിക്കാം. ഓരോ ദിവസവും നമ്മൾ ഈ ഭരണിയിൽ നിരീക്ഷിച്ചാൽ അറിയാം ഇതിൻ്റെ നിറം വ്യത്യാസപ്പെടുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ബ്രൗൺ നിറത്തിലേക്ക് ഇത് മാറി വരുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഓർഗാനിക്കായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഈ വിനാഗിരി കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ദോഷകാരികളായിട്ടുള്ള വൈറസുകളെയും ബാക്ടീരിയകളെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതുപോലെ BP കുറയ്ക്കും. മിതമായ അളവിൽ മാത്രം നമ്മളിത് ഉപയോഗിക്കണം. ഒരു ദിവസം 5 മില്ലി കൂടുതലൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആപ്പിൾ സിഡർ വിനെഗർ മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികൾക്ക്, രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് ഒക്കെ വളരെയധികം ഉപകാരപ്പെടും. PCOD, PCOS ഒക്കെ ഉള്ളവർക്ക് അണ്ടോൽപാദനം കൂടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻസുലിൻ്റെ നില മെച്ചപ്പെടും. അതുവഴി നമുക്ക് അണ്ടോൽപാദനം പുനരാരംഭിക്കുമെന്നാണ് പഠന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരിയ അളവിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ HDL കൊളസ്ട്രോൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്.
അതുപോലെ ആപ്പിൾ സിഡർ വിനെഗർ കൂടുതലായിട്ട് കഴിക്കുന്നത്, വെള്ളം ചേർക്കാതെ കഴിക്കുന്നതൊക്കെ നമ്മുടെ പല്ലുകൾക്ക് ഇനാമലിന് കേടുപറ്റുന്നതിന് കാരണമാകും. അതുപോലെ വെള്ളം ചേർക്കാതെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അന്നനാളത്തിൽ പൊള്ളലേൽക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ അളവിൽ നമ്മളിത് ഉപയോഗിക്കണം. ഇപ്പോൾ ഈ മിശ്രിതം ഉണ്ടാക്കി വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടാൽ മനസ്സിലാകും, ഏകദേശം ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, നല്ല ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഓർഗാനിക്കായിട്ടുള്ള വിനാഗിരിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചേർക്കാം. അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള വിനാഗിരി ചിലർക്കൊക്കെ അതിൻ്റെ ആ ഒരു രുചി പിടിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓർഗാനിക് അല്ലാത്ത ആപ്പിൾ സിഡർ വിനെഗർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു 5-10 മില്ലി മതിയാകും. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിനാഗിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ വിനാഗിരിയുടെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതിൽ കൂടുതൽ ഗുണങ്ങളും കിട്ടും. കാരണം എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ തയ്യാറാക്കിയ ആപ്പിളിൻ്റെ സത്ത് തന്നെയാണിത്. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് മെച്ചപ്പെട്ട ഒരു രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ആപ്പിൾ സിഡർ വിനെഗർ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ഫ്രൂട്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നതെങ്കിൽ, ഇപ്പോൾ തേങ്ങാ വെള്ളത്തിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ സപ്പോസ് അങ്ങനെ വിചാരിക്കുക, അതിലേക്ക് നിങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പാളയംകോടൻ പഴത്തിൽ നിന്നാണെങ്കിലും സാധാരണ വിനാഗിരി നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന ആ ഒരു വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന വിനാഗിരിക്ക് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിനാഗിരിയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. നമുക്ക് കറികളിലെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത് ഫ്രൂട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് 7 മുതൽ 10 ദിവസം വരെ വെക്കണം. അപ്പോൾ അവസാനമാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ആപ്പിൾ സിഡർ വിനെഗർ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരു കുപ്പിയിലേക്ക് നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഓർഗാനിക് വിനാഗിരി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ pH ലെവൽ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്കിന്നിലും മുടിക്കും ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ്. അപ്പോൾ ചുളിവുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടും സൺ ടാൻ മാറ്റുന്നതിനും മുഖക്കുരു, അതിൻ്റെ പാടുകൾ ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് ഈ വിനാഗിരി എടുത്തതിന് ശേഷം 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് അത് വെച്ച് നമുക്ക് ഒരു പഞ്ഞിയിൽ മുക്കി മുഖത്തൊക്കെ പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ തലമുടി കഴുകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. 1 ഗ്ലാസ് വെള്ളത്തിൽ 5 മില്ലി വിനാഗിരി ചേർത്ത് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. മുടി നല്ല തിളക്കത്തോടെ നിൽക്കാനും താരൻ മാറാനും വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനം ചെയ്യും. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇത് ആവർത്തിക്കാവുന്നതാണ്. ഇനി നമ്മൾ ശരീരഭാരം കുറയ്ക്കുന്നതിനാണ് ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ 2 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ഒഴിക്കുക. അതിലേക്ക് വെള്ളം ചേർക്കുക. അപ്പോൾ നാരങ്ങ നീരും തേനും വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അല്ലാതെയും നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആഹാരത്തിന് മുമ്പ് ചെയ്യേണ്ടുന്നത്. ഒരു ദിവസം 2 ഗ്ലാസ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്തുണ്ടാക്കുന്ന നാരങ്ങ വെള്ളം ദിവസേന കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ വിനാഗിരി കൊണ്ട് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വരുന്ന ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 10 മില്ലി ഒഴിച്ചതിന് ശേഷം അതിൽ മുക്കി വെക്കുക. അപ്പോൾ ഒരു വെജ് വാഷായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. സുരക്ഷിതമായിട്ട് നമുക്ക് അണുക്കളെയും ബാക്ടീരിയകളെയും ഒക്കെ നീക്കം ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആപ്പിൾ സിഡർ വിനെഗർ നല്ലൊരു ക്ലെൻസർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ തലമുടിക്കും ചർമ്മത്തിനും ഒക്കെ അത് വളരെയധികം ഉപകാരപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ആപ്പിൾ സിഡർ വിനെഗർ വീട്ടിൽ തയ്യാറാക്കുക. അപ്പോൾ ആപ്പിൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ യഥേഷ്ടം ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ഉപയോഗിച്ചോ തേങ്ങാവെള്ളം ഉപയോഗിച്ചോ വിനാഗിരി നിർമ്മിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.